നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോണത് ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് എങ്ങനെ ഒരു ജിഫ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫോട്ടോഷോപ്പിൻ്റെ ബേസിക്സ് മാത്രം അറിയാവുന്ന ഏതൊരാൾക്കും വളരെ ഈസി ആയിട്ട് ഒരു ജിഫ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഒരു ആനിമേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്നിലധികം ഫ്രെയിമുകൾ ചേർന്നിട്ടാണ് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു നിശ്ചിത സ്പീഡിൽ കുറേ ഫ്രെയിമുകൾ നമ്മൾ ഓടിച്ച് കാണുമ്പോഴാണ് അതിനെ ഒരു ആനിമേഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ ജിഫ് ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫ്രെയിമുകൾ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. അപ്പോൾ ഇത്രയും ഇമേജസ്, ഒരു 6 ഇമേജസ് ഉണ്ട് ഇത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം എന്ത് ടൈപ്പ് ആനിമേഷനാണോ അപ്പോൾ അതിന് വേണ്ടുന്ന ഫ്രെയിമുകളെല്ലാം നിങ്ങൾ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുക. നമുക്കിനി ഓരോ ഫ്രെയിമുകളായിട്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് അതാത് സമയങ്ങളിൽ ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതെല്ലാം ജിഫ് ആനിമേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിലെല്ലാം ഒരുപാട് ജിഫ് ആനിമേഷൻസ് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ യൂസ് ചെയ്യുന്ന ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ്, അതുപോലെ ഇമോജീസ് നമ്മൾ കാണാറില്ലേ? ചെറിയ ആനിമേഷനൊക്കെ ആയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സൊക്കെ വാട്സപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ജിഫ് ഫോർമാറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ ഇത് വാട്സപ്പിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് സ്റ്റിക്കറായിട്ട് സേവ് ചെയ്ത് വെക്കാനും കഴിയും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് ഇല്ലേ, അപ്പോൾ അതിനെ നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അതിനായിട്ട് ഫയലിൽ പോകണം, സ്ക്രിപ്റ്റ്സ്, ലോഡ് ഫയൽസ് ഇൻ ടു സ്റ്റാക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എവിടെയാണ് നമ്മുടെ ഫയലുകൾ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രൗസ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇമേജും കൂടെ സെലക്ട് ചെയ്തിട്ട് ബ്രൗസ് ചെയ്ത് കൊടുത്തു, ഓക്കെ അടിച്ചു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ലേയേഴ്സിലേക്ക് ഓരോരോ ഇമേജുകളായിട്ട് ഇവിടെ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, 6 ഇമേജുകളും ഇവിടെ ലേയേഴ്സിൽ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വിൻഡോയിൽ പോവുക. വിൻഡോയിൽ പോയിട്ട് ഇവിടെ ടൈം ലൈൻ എന്ന് പറഞ്ഞിട്ട് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ താഴത്ത് വേറൊരു പാലറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആനിമേഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ മിഡിൽ കണ്ടില്ലേ ഒരു ബട്ടൺ, ക്രിയേറ്റ് ഫ്രെയിം ആനിമേഷൻ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു ഫ്രെയിം ഇവിടെ ആഡ് ആയിട്ടുണ്ട്. നമുക്കത് പോരാ, ഇത്രയും 6 ഇമേജസും നമുക്ക് ഈ ടൈം ലൈനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡ്, ടൈം ലൈനിൻ്റെ റൈറ്റ് സൈഡ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ശേഷം മേക്ക് ഫ്രെയിംസ് ഫ്രം ലെയേഴ്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും ഫ്രെയിമുകൾ ഈ ടൈം ലൈനിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതിലിപ്പോൾ റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതിനെ റിവേഴ്സ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ പോവാം, റിവേഴ്സ് ഫ്രെയിംസ്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആൾ വന്ന് എത്തി നോക്കി നിൽക്കണവരെ അതാണ് എൻ്റെ സ്ക്രീനായിട്ട് നിൽക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചു പോകുന്ന ഒരു അനിമേഷൻ കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇത്രയും ഫ്രെയിമുകളിലെ നമ്മൾ കോപ്പി എടുക്കുകയാണ്. സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് പിടിച്ച് സെലക്ട് ചെയ്തു, ഇവിടുന്ന് കോപ്പി എടുത്തു. ശേഷം പേസ്റ്റ് ഫ്രെയിംസ്. അപ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ പേസ്റ്റ് ആഫ്റ്റർ സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, ഓക്കെ അടിച്ചു. അപ്പോൾ അതിന് ശേഷം പേസ്റ്റ് ആയിട്ടുണ്ട്, ഇതുണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ മൊത്തം 12 ഫ്രെയിം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ലാസ്റ്റത്തെ 6 മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്യണം. ഇതിപ്പോൾ ഇതേ ഓർഡറിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ റിവേഴ്സ് ചെയ്യണം. വന്നിട്ട് അതായത് ഈ എൻ്റെ സ്ക്രീൻ ആയിരിക്കണല്ലോ ഇപ്പോൾ ഇവിടെ വരേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സെലക്ട് ചെയ്തു, അതിനെ റിവേഴ്സ് ഫ്രെയിംസ്. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, അവിടെ എത്തി നോക്കണ അനിമേഷൻ ആയി. ഇപ്പോൾ ഇനി നമുക്ക് ഇവിടെ വൺസ് എന്ന് കാണില്ലേ, അതിൽ എത്ര തവണ അത് പ്ലേ ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് ഈ ഓപ്ഷൻസ് കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എവർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് പ്ലേ ആയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അനിമേറ്റ് ചെയ്യാനുള്ള ഫ്രെയിമുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മിഡിൽ വരുന്ന ഈ 2 ഇമേജ് ഇല്ലേ, ഇത് സെയിം തന്നെയാണ്. ഫയൽ വേണമെങ്കിൽ ഒന്ന് കളയാം, കളഞ്ഞു.
ഇനിയിപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ഈ എൻഡ് ഫ്രെയിമില്ലേ, എൻഡ് ഫ്രെയിമിൽ കുറച്ച് ടൈം നമുക്ക് ഡിലേ കൊടുക്കണം. വന്നിട്ട് കുറച്ച് നേരം ഒന്ന് നിന്നോട്ടെ, എന്നിട്ട് തിരിച്ചു പോയാൽ മതി. അപ്പം അതിനായിട്ട് അതിന് താഴത്തെ 0 സെക്കൻഡ് എന്നുള്ള സംഭവം കണ്ടില്ലേ, അതിൽ ആ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഡിഫാൾട്ട് കുറച്ച് വാല്യൂകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാനുവലായിട്ട് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 0.3 എന്ന് ടൈപ്പ് ചെയ്തു, ഓക്കെ കൊടുത്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. വന്നു, കുറച്ചു നേരം നിന്നു, തിരിച്ചുപോയി. കണ്ടില്ലേ, ഇതാണ് നമ്മളവിടെ ടൈം കൊടുക്കണമെന്നുള്ള ഗുണം. അതാണ്. ഇനി നമുക്ക് ഈ അനിമേഷൻ ഒന്ന് ജിഫായിട്ട് എങ്ങനെ സേവ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നോക്കാം. അപ്പം അതിനായിട്ട് ഇവിടെ ഫയലിൽ പോവാണ്, സേവ് ഫോർ വെബ്. ഇവിടെ ജിഫ് എല്ലാം കിടക്കണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴത്തെ ഇതിൻ്റെ സൈസ് കാണിക്കും കേട്ടോ. ശേഷം സേവ് ചെയ്യണം. ഡെസ്ക്ടോപ്പ്, ജിഫ് അനിമേഷൻ എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.